കാടമുട്ടയായിരുന്നു വൈകിട്ട് വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ആശ്വാസം. എന്തെന്നില്ലാത്ത വിശപ്പായതുകൊണ്ട് എല്ലാം അങ്ങ് നുള്ളിപ്പറക്കി തിന്നു. അതും കഴിച്ച് വെറുതെ ഇരിക്കുമ്പോൾ കുറച്ച് ലഡുവും ജിലേബി എന്നെ തേടിയെത്തി. മധുര എന്ന് വെച്ച് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതും കഴിച്ചു. സൗണ്ടിനൊരു ഇടർച്ചയുണ്ട്. പിന്നെ കുറച്ച് പാൽക്കപ്പയും മത്തിക്കറിയും ചമ്മന്തിയും മീൻ വറുത്തതും. അന്യമായ ടേസ്റ്റും നല്ല എരിവ് മാറ്റം കഴിച്ച സ്ട്രോബെറിക്ക് വല്ലാത്ത പുളി. കണ്ട 3 റോബസ്റ്റ പഴം എടുത്തു വിഴുങ്ങി. നന്നായിട്ട് പഴുക്കാത്ത റോബസ്റ്റ ഉണ്ട്, അതും ഒരു സുഖമില്ല. എന്നാൽ കുറച്ച് മധുരമാവെന്ന് വെച്ച് 2 കിൻഡർ ജോയും വാങ്ങി. അതും കഴിച്ച് അതിൽ കളിപ്പാട്ടോ ഉരുട്ടി. ചായക്ക് പകരം ഒന്ന് ചോന്ന ബീട്രൂട്ട് മുറുക്കും കഴിച്ച്. ചായ ഇട്ടില്ലെങ്കിൽ പാൽപ്പൊടി ഒന്നും പാൽപ്പൊടിയും കഴിച്ച്. 2 ചപ്പാത്തിയും കുറച്ച് കറിയും പാഴ്സൽ മേടിച്ചത് കഴിച്ച്. പീനട്ട് ബട്ടറും കരിനെല്ലിക്കയും അതും കഴിച്ച് വായിക്ക് വല്ലാത്ത രുചി. കുറച്ച് തണ്ണിമത്തനും കഴിച്ച്. അതിന്റെ തൊലിയും ബാക്കിയാക്കി കുറച്ച് ക്യാരറ്റും കറിച്ച് കൂട്ടിന്ന് പുറത്തിറങ്ങി. അവൽ മിൽക്ക് കഴിക്കാനുള്ള പൂതി കൊണ്ട് ഓടി നടന്നതാ. നേരെ പോയത് ബനാവലിലേക്കായിരുന്നു. എന്റെ സ്പെഷ്യൽ ഐറ്റം ചക്ക മാങ്ങ തേങ്ങ ആദ്യമേ പറഞ്ഞു. ഒന്നേ തികയില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടായി. രണ്ടും കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല സുഖം, സൂപ്പർ ടേസ്റ്റും. കുപ്പി ഗ്ലാസ് തിരിച്ചു കൊടുത്ത് നേരെ പോയി തട്ടുകടയിലേക്ക്. പുട്ടും ബീഫും കഴിക്കാനായിരുന്നു ഉദ്ദേശം. ചിക്കൻ കറി ചിക്കൻ ഗ്രേവി എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ കൈകാട്ടി വിളിച്ചു. നോ, പുട്ടും ബീഫും മതി. ചിക്കന്റെ തലയാണോ വാലാണോ എന്നറിയില്ല. അവിടെ നിന്ന് പിന്നെ എന്തൊക്കെ പറഞ്ഞു കഴിച്ചു. ഒരു നേരം മുട്ട വറുത്തത് കാണിച്ച് ആ ചേട്ടൻ എന്നെ കൊതിപ്പിച്ചു. ഇനി ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. പൊട്ടിക്കാതെ വെച്ചിരുന്ന കറുത്ത മുതിരി പൊട്ടിച്ചു കഴിച്ച് ഞാൻ അവിടെ കിടന്നുറങ്ങി.